റബ്ബ് പറയാണ്, ചോദിച്ചോ, തൗബ ചെയ്ത് മടങ്ങിക്കോ, ഞാൻ മഗ്ഫിറത്ത് നൽകാം, ഞാൻ പൊരുത്തപ്പെടാം. ഇപ്പം പറയാ, എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയൂല, മരിച്ചാലും ഞാൻ പൊരുത്തപ്പെട്ടെടുക്കൂലോനെ. ഇവന്റെ മനസ്സ് ഇരുമ്പിനേക്കാൾ അപ്പുറാണ്. അല്ലേ? നിങ്ങൾ ഇവൻ മുഅ്മിനാണോ? അല്ല. ഇവൻ മുഅ്മിനല്ലേ? അല്ല. മനസ്സ് അലിയുന്നവൻ, മനസ്സിന് എളിമയുള്ളവനാണ് മുഅ്മിൻ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റബ്ബിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് മടങ്ങുക, സത്യത്തിലേക്ക് മടങ്ങുക, അതേ സമാധാനത്തിലേക്ക് മടങ്ങുക. പരിശുദ്ധ റമളാൻ അതിനുള്ളതാണ്, ശഅബാൻ അതിനുള്ളതാണ്. ആ റമളാനിലേക്ക് സന്തോഷത്തോടെ മടങ്ങാനുള്ളതാണ്. നമ്മൾ ഓതിയ യാസീൻ ഉണ്ടല്ലോ, അത് റബ്ബിന്റെ കോർട്ടിലേക്ക് ഉയർന്നോ ഇല്ലേ എന്ന് നമുക്കറിയണമോ? ഒന്ന് ആത്മവിചിന്തനം നടത്തുക, ഒരു ആത്മപരിശോധന നടത്തുക. അല്ലാഹ് ഗഫൂറാണ്, അല്ലാഹ് ഗഫാറാണ്, അല്ലാഹ് റഹ്മാനാണ്. 100 ആളെ കൊന്ന മനുഷ്യന് റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട്. 99 ആളെ കൊന്നിട്ട് അതാ ഒരാളോട് ചോദിക്കാണ്, എനിക്ക് തൗബയുണ്ടോ? അയാൾ പറഞ്ഞു തൗബയില്ല. അപ്പോൾ അയാളെയും കൊന്നു. എന്നിട്ട് 100 ആളെ കൊന്നിട്ട് അതാ അയാൾ നടക്കുകയാണ്. നടന്നിട്ടൊരു പണ്ഡിതനെ കണ്ട് ചോദിക്കുകയാണ്, എനിക്ക് തൗബയുണ്ടോ? തൗബയുണ്ട്, തൗബയുണ്ട്. അല്ലാഹ് ഗഫാറാണ്, അല്ലാഹ് ഗഫൂറാണ്, അല്ലാഹ് അഫ്വ ചെയ്യുന്നവനാണ്, അല്ലാഹ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. എന്തേ മുഅ്മിനെ, എന്തേ മുഅ്മിനെ, എന്തേ മുഅ്മിനാത്തുകളെ, നമുക്കൊന്ന് അഫ്വ ചെയ്താൽ, അയൽവാസിക്ക് വിട്ടുകൊടുത്താൽ, അതേ കുടുംബക്കാർക്ക് വിട്ടുകൊടുത്താൽ, അതേ ഉസ്താദുമാർക്ക് വിട്ടുകൊടുത്താൽ, അതേ നാട്ടുകാരന് അഫ്വ ചെയ്താൽ എന്തേ നമുക്ക് പറ്റിപ്പോവുക? ഒന്നും പറ്റിപ്പോകില്ലല്ലോ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തആല സന്തോഷത്തിലാക്കുമാറാകട്ടെ. അതല്ലേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹ് തന്നെ ഖുർആനിൽ പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ, നബിയേ തങ്ങൾ പറയുക, നബിയേ തങ്ങൾ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ, അതേ സുബ്ഹാനല്ലാഹി അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതേ തെറ്റ് ചെയ്തിട്ട്, അതിക്രമം ചെയ്തിട്ട് അതാ വന്ന ദാസന്മാരുണ്ടല്ലോ, അവര് നിരാശപ്പെടണ്ട. അറിയാതെ കള്ള് കുടിച്ചു പോയവർ, അറിയാതെ കള്ള് കുടിച്ചു പോയവർ, അറിയാതെ കഞ്ചാവ് വെച്ച് പോയവർ, അറിയാതെ MDM വെച്ച് പോയവർ, സുബ്ഹാനല്ലാഹ് മയക്കുമരുന്ന് വെച്ച് പോയവർ, അറിയാതെ ചൈനിക്കേനി വെച്ച് പോയവർ, അറിയാതെ പലതും മതാ വെച്ച് പോയവർ, അറിയാതെ കൂട്ടുകാരോടൊത്ത് അതേ കളിക്കാൻ പോയപ്പോഴോ മറ്റോ വല്ലതോ, അറിയാതെ അല്പം മദ്യം കുടിച്ചു പോയവർ, അറിയാതെ പെണ്ണിനെ നോക്കിപ്പോയവർ, അറിയാതെ പെണ്ണിനെ പിടിച്ചു പോയവർ, അറിയാതെ പെണ്ണുമായി അതാ ചുറ്റിക്കറങ്ങിയവർ, സുബ്ഹാനല്ലാഹ് അറിയാതെ പെണ്ണാശ വെച്ചവർ, അറിയാതെ അതാ തെറ്റ് ചെയ്ത് പോയവരുണ്ടോ? അതേ അസ്റഫു അലാ അൻഫുസിഹിം, അതേ അവരുടെ ശരീരം കൊണ്ട് അറിയാതെ തെറ്റ് ചെയ്തു പോയവരുണ്ടോ? ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയണ്ട. ഗത്യന്തരം മുട്ടിയിട്ട് അതേ ഒരു വഴിയുമില്ല, ആ വഴിയുമില്ല. പല മുതലാളിമാരെ വീട്ടിലും കയറി ചെന്ന് ആധാരവുമായിട്ട് കയറി ചെന്നിട്ട് ചോദിച്ചു, ഈ ആധാരം ഒന്ന് നിങ്ങൾ ഇവിടെ വെക്കുമോ? എനിക്കൊരു 3 ലക്ഷം തരുമോ? എന്റെ മകളെ കല്യാണം ഉണ്ട്, എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ മടിച്ചിട്ടാണ്, എന്റെ വീടിന്റെ പണി തീർക്കണം, എനിക്കതാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ മടിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഒരു മുതലാളിമാരും
ആരും തിരിഞ്ഞു നോക്കില്ല, ഒരാളും തിരിഞ്ഞു നോക്കില്ല. അവസാനം ഗത്യന്തരം മുട്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു പോയി. അല്ല അല്ല, അവസാനം റബ്ബിനോട് തൗബ ചെയ്തിട്ട് മടങ്ങിപ്പോയാൽ നീ ഖേദിച്ച് മടങ്ങിക്കോ. ലാ തഖ്നതു മിൻ റഹ്മത്തില്ല. ഉമ്മ ആശമുറിയണ്ട, അതേ ഉമ്മ ടെൻഷൻ അടിക്കണ്ട, പ്രയാസപ്പെടണ്ട, ബുദ്ധിമുട്ടാകണ്ട. പടച്ചോനെ, ഞാനറിയാതെ കള്ള് കുടിച്ചു പോയല്ലോ, ഇനി എനിക്ക് രക്ഷയുണ്ടോ? ഞാനറിയാതെ ഒരു പെണ്ണിനെ പിടിച്ചുപോയി, എനിക്ക് രക്ഷയുണ്ടോ? ഞാനറിയാതെ അതാ സുബ്ഹാനല്ലാഹ് ഗീബത്ത് പറഞ്ഞു പോയി, നമീമത്ത് പറഞ്ഞു പോയി, കളവ് പറഞ്ഞു പോയി, ഫിത്ന പറഞ്ഞു പോയി, ഫസാദ് പറഞ്ഞു പോയി. ഞാനറിയാതെ ആ മുസ്ലിയാരെ പിരിച്ചു വിട്ടാൻ കൂട്ടുനിന്ന് പോയി. ഞാനറിയാതെ ആ മുതഅല്ലിമിനെ ചീത്ത പറഞ്ഞു പോയി. അല്ലാഹ്, ഞാനറിയാതെ അപവാദ പ്രചരണത്തിൽ പങ്കുകൊണ്ടുപോയി. അല്ലാഹ്, എങ്കിൽ മുഅ്മിനേ നീ ഖേദിച്ച് പേടിച്ച് മടങ്ങിക്കോ. അല്ലയാ പറയുന്നത്, അല്ലാന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയണ്ട. ആര് നിന്നെ വിലക്കിയാലോ, ആര് നിന്നെ ചവിട്ടി തേച്ചാലോ, ആര് നിന്നെ അതാ പുറത്താക്കിയാലോ, സുബ്ഹാനല്ലാഹ്, ഇന്നല്ലാഹ നിശ്ചയമായും റബ്ബ് യഗ്ഫിറു ദുനൂബ, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ജമീഅ, എല്ലാ തെറ്റുകളും പൊറുക്കുന്നവൻ റബ്ബാണല്ലോ, റബ്ബാണല്ലോ. പള്ളിയിൽ തീരെ വരാത്ത ഒരാള് റമദാൻ ഇങ്ങോട്ടായപ്പോ പള്ളിയിലേക്ക് തൊപ്പിയൊക്കെ വെച്ച് വന്ന്, നമ്മളെ പരിപാടി എന്താ? ഓനെ പരിഹസിക്കുക, ഓനെ കളിയാക്കുക, എന്നിട്ട് പറയാ പള്ളിയിലൊക്കെ വരാൻ തുടങ്ങിയെന്ന് അപ്പുറത്തുനിന്ന് പറയാ. തീരെ ഒരു നാട്ടിൽ മഹല്ലിൽ വനിതാ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിനൊന്നും വരാത്തൊരു പെണ്ണ് റമദാന്റെ വനിതാ ക്ലാസ്സിന് വന്ന്. അപ്പൊ ഞാൻ പറ്റുന്ന പെണ്ണുങ്ങളൊക്കെ എന്താ പറയാ, അവളിപ്പോ ഒരു ക്ലാസ്സിന് വരൽ തുടങ്ങിയെന്ന്. ആർക്ക് കിട്ടി? ഈ വന്ന പെണ്ണിന്, ഈ വന്ന മുഴുവൻ പെണ്ണുങ്ങളുടെയും കൂലി കിട്ടി, അല്ലേ? ഇതല്ലേ നമ്മളെ സമുദായത്തിന്റെ അവസ്ഥ, നമ്മളെ ഉമ്മത്തിന്റെ അവസ്ഥ ഇതല്ലേ? നിങ്ങൾ ഒരാള് പള്ളിയിലേക്ക് വന്ന്, അയാൾ ഒന്നെടുത്ത് തീരെ പള്ളിയിലേക്ക് വരാത്ത അയാൾ, അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ പള്ളിയിലേക്ക് വരാറുള്ളത്. അപ്പൊ ഒന്നെടുക്കുമ്പോ ഒന്നും സഹിയായില്ല, നമ്മൾ എന്താ ചെയ്യാ? ഒന്നും സഹിയല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് മോമിനിന്റെ കടമ. അവനെ കളിയാക്കലല്ല, അവനെ പരിഹസിക്കലല്ല, അവനെ പറ്റി മറ്റുള്ളവരോട് പറയലല്ല. ഇതാണ് വേണ്ടത്. ഇതല്ലേ ഇന്ന് നടക്കുന്നത്, അല്ലേ? എന്നിട്ടോ ഈ കളിയാക്കുന്നവരെ സ്ഥിതി എന്താ? ഞാനിപ്പോൾ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു കൂട്ടരുണ്ട്, സ്വന്തം മക്കളുടെ കുറ്റം കുറവൊന്നും പറയൂല. സ്വന്തം മകന്റെ മുടി നെറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് പെരടിയിലേക്ക് ഇറങ്ങിയിട്ട് കണ്ണ് കാണാത്ത രൂപത്തിലായിരിക്കും. അപ്പോഴാണ് വേറെന്റെ മക്കളെ പറ്റി, ഓന്റെ മുടി കണ്ടില്ലേ, ഓന്റെ കുപ്പായം കണ്ടില്ലേ, ഓന്റെ ഫാന്റ് കണ്ടില്ലേ, ബിരിയാണിക്ക് ഓന്റെ കുപ്പായം കണ്ടില്ലേ? ഇവന്റെ മകനോ, ഇവന്റെ മകന്റെ കുപ്പായം, ഇവന്റെ മകന്റെ ഫാന്റ്, ഇവന്റെ മകന്റെ മുടി, ഇവന്റെ മകനതാ എല്ലാ പരിഷ്കാരത്തിനും പിന്നാലെയാണ്. ഫ്രീക്കനാണ് ഇവന്റെ മകൻ. എന്നിട്ടതാ പാവപ്പെട്ട ഒരുത്തന്റെ മകൻ പള്ളിയിലേക്ക് വരുമ്പോ അവന്റെ തൊപ്പി ഒന്ന് മുകളിലോട്ട് കയറിപ്പോയി, മുടി അല്പം വലുതായി പോയതിന് അവനെ കളിയാക്കുന്നു, അവനെ പരിഹസിക്കുന്നു. ഓ രക്ഷിതാക്കളെ, ഓ മോമിനീങ്ങളെ, വേണ്ട 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 വേണ്ട. ഈ നിസ്കരിക്കാൻ വരുന്ന എന്റെയും നിങ്ങളുടെയും നിസ്കാരം റബ്ബ് സ്വീകരിച്ചോ ഇല്ലേ എന്ന് ആർക്ക് ഇവിടെ പറയാൻ പറ്റോ? ഹസിബോ ഖബല അൻ തുഹാസബോ, ഹസിബോ ഖബല അൻ തുഹാസബോ. സ്വന്തമായി ഒന്ന് വിചാരണ ചെയ്യണം, സ്വന്തമായി ഒന്ന് വിചാരണ ചെയ്യുക, എന്നിട്ടല്ലേ മറ്റുള്ളവരെ പറ്റി വിചാരണ ചെയ്യല്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയല്. അല്ല പറയാണ്, ഞാൻ സർവ പാപങ്ങളും പുറത്തു കൊടുക്കും. അല്ല പറയാണ്, എന്നോട് തൗബ ചെയ്ത്
മടങ്ങിയാൽ എത്ര തെറ്റ് ചെയ്താലും ഞാൻ പുറത്തു കൊടുക്കുമെന്ന്. അല്ലാഹു തആല ആരാണ്? ഈ ലോകം പടച്ച് പരിപാലിച്ച് പരിരക്ഷിച്ച് പോരുന്ന പടച്ച തമ്പുരാൻ. ആ പടച്ച തമ്പുരാന്റെ വാക്കല്ലേ വലുത്? പടച്ചോനെയും കാട്ടിലും വലുത് നമ്മളാകാൻ പറ്റുമോ? നമ്മള് പറയാ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല, മരിച്ചാലും പൊരുത്തപ്പെട്ടു കൊടുക്കൂല. നമ്മള് എന്ത് സ്വന്തം അനുജനോട്, സ്വന്തം ചേട്ടനോട്, സ്വന്തം പെങ്ങളോട് അല്ലേ നമ്മൾ പറയുന്നത്? അങ്ങനെ സ്വന്തം നാട്ടുകാരോട് പറയുന്നു. നമ്മളെ മനസ്സ് അലിഞ്ഞില്ല, നമ്മുടെ മനസ്സ് അലിഞ്ഞില്ല. എന്നിട്ടല്ല പറയാണ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അല്ലാഹു തആല പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാ. ഞാൻ ഈ ആയത്ത് നിങ്ങളെ മുന്നിൽ വിശദീകരിച്ചത് എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ വാക്കൾക്കാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഞാൻ ഇനി നിസ്കരിച്ചാൽ നന്നാകുമോ? ഞാൻ അറിയാതെ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ ഇനി നന്നാകുമോ? മോനെ ചാൻസ് ഉണ്ട്, മോനെ അവസരമുണ്ട്, മോനെ നിന്നെ റബ്ബ് തട്ടിയില്ല, മോനെ